ആസിഡ് ബേസ് ബാലൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആസിഡ് ബേസ് ബാലൻസ് പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ആസിഡ് ബേസ് ബാലൻസ് നമുക്ക് മെയിനായിട്ട് പറയാം. മെയിൻ്റനൻസ് ഓഫ് ദി H+ അയോൺ കോൺസെൻട്രേഷൻ. ഓക്കെ, അതായത് ഈ നമ്മുടെ ശരീരത്തിലെ ആസിഡിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആസിഡ് ബേസ് ബാലൻസ്. ഈ ഒരു pH എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ ആസിഡ് ബേസ് ബാലൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H അയോണാണ്. അതായത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി ഹൈഡ്രജൻ അയോൺ കേട്ടോ. ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ അയോൺ ഈ ഒരു സ്കെയിലിൽ നമുക്ക് pH സ്കെയിലിൽ നമുക്ക് 0 to 14 ആയിട്ട് നമുക്ക് കാണാം. ഒരു 0 to 14 സ്കെയിലാണ്. ഇവിടെ ആസിഡ് എന്ന് പറയുന്നത് ലോ pH ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് pH 2 to 3 ആണ്. അതുപോലെ തന്നെ ബിലോ 7 ആണ് ആസിഡ് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് ഹൈ pH ആണ്, മോർ ദാൻ 7 ആയിട്ട് കാണാം നമുക്ക്. പക്ഷെ നമ്മുടെ ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. അപ്പോൾ എന്താണ് ആസിഡ് ബേസ് ബാലൻസ് ഈസ് എ മെയിൻ്റനൻസ് ഓഫ് ദി ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇവിടെ pH എന്ന് വെച്ചാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ്. ഇതൊരു 0 to 14 സ്കെയിലാണ്. ആസിഡ് എന്ന് വെച്ചാൽ ലോ pH ആണ്, അതായത് ലെസ് ദാൻ 7 ആണ്. ബേസ് എന്ന് വെച്ചാൽ ഹൈ pH ആണ്, മോർ ദാൻ 7 ആണ്. ബ്ലഡിൻ്റെ pH 7.35 to 7.45 കേട്ടോ. നമ്മുടെ ബ്ലഡിൻ്റെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ 0.00004 മില്ലി ഇക്വാലൻസ് പെർ ലിറ്റർ. അപ്പോൾ ആസിഡ് ബേസ് ബാലൻസ് ആരാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്? ഒന്ന്, ബഫർ സിസ്റ്റം. 2, എക്സലേഷൻ സിസ്റ്റം. 3, കിഡ്നി എക്സ്ക്രീഷൻ. 3 വഴിയാണ് ആസിഡ് ബേസ് ബാലൻസ് നമ്മുടെ ബാലൻസ് ആവുന്നത്. ഈ ബഫർ തന്നെ നമുക്ക് പറയാം. ഈ ബഫർ എന്താണ്? ബഫർ എന്ന് വെച്ചാൽ സ്ട്രോങ് ആസിഡിനെ ഒന്നുകിൽ കൺവേർട്ട് സ്ട്രോങ് ആസിഡ്സ്, അല്ലെങ്കിൽ ബേസിനെ എന്താക്കും, വീക്ക് ഉണ്ടാക്കി മാറ്റുന്നു. നമ്മളെ ബോഡിയിലുള്ള സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ ബേസിനെ എന്താക്കും, ബഫേഴ്സ് എന്താക്കും, വീക്ക് മണ്ണാക്കി മാറ്റുന്നു. വീക്ക് മണ്ണാക്കി മാറ്റിയതിൻ്റെ ഗുണം എന്താ? അതിൻ്റെ ശക്തി പറയുന്നു. എങ്ങനെ ചെയ്യുന്നു? ഒന്നുകിൽ ഐദർ റിലീസ് ഓഫ് H+ അയൺ എവിടത്തേക്ക്, ബ്ലഡിലേക്ക് അല്ലെ ഫ്ലൂയിഡിലേക്ക്, അല്ലെങ്കിൽ ബൈൻഡ് H+ അയൺ. മനസ്സിലായില്ലേ? ബഫർ ഒന്നുകിൽ ഐദർ റിലീസ് ഓഫ് ദി H+ അയൺ അല്ലെങ്കിൽ ബൈൻഡ് H+ അയൺ. ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ബഫർ സിസ്റ്റം തന്നെ നമുക്ക് 3ആയി തരംതിരിക്കാം. എന്താണ്? ഒരു പ്രോട്ടീൻ ബഫർ സിസ്റ്റം നമ്മളെ ശരീരത്തിലുണ്ട്. കാർബോണിക് ആസിഡ് ബഫർ സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നെ ഫോസ്ഫേറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ കാർബോണിക് ആസിഡ് എന്താ ചെയ്യുന്നത് നോക്കാം. കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സസ് ഹൈഡ്രജൻ ആയിട്ടുണ്ടെങ്കിൽ
എക്സസ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, അതായത് അസിഡോസ് ആണെങ്കിൽ എക്സസ് ഹൈഡ്രജൻ ആണ്. അസിഡോസ് ആണെങ്കിൽ അവിടെ എന്താ ബൈകാർബണേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. ഈ കാർബോണിക് ആസിഡ് ഡിവൈഡ് ചെയ്തിട്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നു. ഇത് നമ്മുടെ ലങ്സ് വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇനി അടുത്തത് ആൽക്കലോസിസ് അഥവാ ഇപ്പം കുറവാണെങ്കിൽ ആൽക്കലോസിസ് അഥവാ ലോ ഹൈഡ്രജൻ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഹൈഡ്രജൻ ആയിട്ടാണെങ്കിൽ ഈ കാർബോണിക് ആസിഡ് എന്താവും, H+ഉം HCO3 ആയി മാറുന്നു. അപ്പം നമ്മളെ ബ്ലഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. ബൈകാർബണേറ്റിൻ്റെയും കാർബോണിക് ആസിഡിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 20:1 ആണ്. ഓക്കെ, ട്വൻറ്റി ബൈകാർബണേറ്റാണ് ഒരു കാർബോണിക് ആസിഡ്. നെക്സ്റ്റ് നമുക്ക് ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം നോക്കാം. ഇത് സിമ്പിളാണ്. എക്സസ് ബേസ് ആണെങ്കിൽ, ബേസ് ആണ് എന്താ സംഭവിക്കണേ, OH ആട്ടോ ബേസിനെ ഡിനോട്ട് ചെയ്യണേ. OHൻ്റെ കൂടി ഒരു ഫോസ്ഫോറിക് ആസിഡ് ലിങ്ക് ചെയ്തിട്ട് വാട്ടറും HPO4 ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്നുള്ളൊരു വീക്ക് ബേസ് ഉണ്ടാകും. ഓക്കെ, എക്സസ് ആസിഡ് ആണെങ്കിൽ ഈ എക്സസ് ആസിഡിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് H+. എന്താകുന്നു, HPO4 ഫോസ്ഫോറിക് ആസിഡായിട്ട് മിക്സ് ആക്കിയിട്ട് H2PO4 വീക്ക് ആസിഡ് ആക്കുന്നു. അപ്പോൾ H+നെ വീക്ക് ആസിഡ് ആക്കിയിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കുന്നു. എക്സസ് ബേസിൽ OHനെ വീക്ക് ബേസ് ആക്കിയിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കുന്നു. അപ്പം പ്രോട്ടീനാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു നോർമൽ ഘടന എന്ന് വെച്ചാൽ നൈട്രജൻ ഉണ്ടാകും, കാർബൺ, COOH. ഈ COHലെ H ആണ് ഇവിടെ ഇതാക്കണത്. അപ്പം ഇവിടെ pH കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ COHലെ H എന്ത് ചെയ്യും, ഇവർ നൈസായിട്ട് H+ ആക്കി മാറ്റി. pH റൈസ് ചെയ്യുക വെച്ചാൽ എക്സസ് ബേസ് ഇട്ടോ, എക്സസ് ബേസിൽ എന്ത് സപ്ലിമെൻറ്റ് H+നെ സപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോട്ടീൻ എന്താക്കും, H+നെ ബ്ലഡിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പം എക്സസ് ആസിഡ് ആണെങ്കിലോ ഈ NH2COOH ഇവരെന്ത് ചെയ്യും, ബ്ലഡിലുള്ള H+നെ ഈ പ്രോട്ടീൻ എടുത്തതിന് ശേഷം NH3COOH H ആണ് ഇവിടെ എടുക്കുന്നു. ഇവിടെ NH3 കൗണ്ട് ആകുന്നു, H+ൻ്റെ കോൺസെൻട്രേഷൻ കുറക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഹീമോഗ്ലോബിന് ഒരു മോളിക്യൂൾ 4 ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതെന്ത് ചെയ്യും, നേരെ സെൽസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഓക്സിജൻ അവിടെ കൊടുത്തിട്ട്
കാർബൺ ഡൈ ഓക്സൈഡ് അവരെടുക്കുന്നു. ഈ CO2 പോയിട്ട് ലങ്സ് പോയിട്ട് CO2 കൊടുത്തിട്ട് ഓക്സിജൻ എടുത്തിട്ട് വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ റോള്. മനസ്സിലായില്ലേ? ആലിയോളസ് പോയിട്ട്, ആലിയോളസ് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് സെൽസൊക്കെ ഉണ്ടാകും. ബ്ലഡിൽ നിന്ന് O2 എടുക്കുന്നു, തിരിച്ച് CO2 കൊടുക്കുന്നു. ആലിയോളസ് നിന്ന് സെൽ കൊണ്ടുവന്നിട്ട് ആ സെൽസിലെത്തിയിട്ട് ഈ എന്താകും HB എന്താക്കുന്നു, ഓക്സിജനെ സെൽസിലേക്ക് കൊടുത്തിട്ട് CO2 അക്സെപ്റ്റ് ചെയ്യുന്നു. CO2 എന്ത് ചെയ്യുന്നു, ലങ്സിൽ വെച്ചിട്ട് എക്സ്ചേഞ്ച് നടക്കുന്നു. നമ്മുടെ ബോഡിയിലുള്ള O2 CO2 എക്സ്ചേഞ്ച് നടക്കുന്നു. വേറൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം സെൽസിലേക്ക് എന്തെങ്കിലും ഒരു H+ കൊടുക്കുക, അങ്ങനെ അല്ലെ ബൈകാർബണേറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഏതെങ്കിലും അയൺ അവിടെ എന്തെങ്കിലും ഷിഫ്റ്റ് നടക്കുന്നുണ്ട്, അതായത് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടാവും. അതാണ് ക്ലോറൈഡ് ഷിഫ്റ്റ്. ഇവിടെ ക്ലോറൈഡും പിന്നെ HCO3 എക്സ്ചേഞ്ച് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, ഇവിടെ ഇൻട്രാസെല്ലുലർ സ്പേസിൽ നിന്ന് പൊട്ടാസ്യം എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. എക്സ്ട്രാ സെല്ലുലറിലെ സെല്ലാണ്. എക്സ്ട്രാ സെല്ലുലറിലെ H+ ഇൻസൈഡേക്ക് പോകുമ്പം ഇൻട്രാ സെല്ലുലറിലെ പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഹൈ ആസിഡ് കേസിൽ, ഹൈപ്പർ കലീമിയ. pH less than 7, pH more than 7, ഹൈ ബേസിൻ്റെ സമയത്ത് ഹൈപ്പോ കലീമിയ. ഇത് ഓർമ്മിച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആസിഡ് ബേസിൻ്റെ ബാലൻസ് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.